അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് എല്ലാം റെഡിയാണ്. നമ്മൾ തെങ്ബോച്ചയ്ക്ക് വിടുകയാണ് കേട്ടോ. തെങ്ബോച്ച എന്ന് പറഞ്ഞാൽ 3860 മീറ്റർ എബവ് സീ ലെവലാണ്. അപ്പോൾ നല്ല സ്നോഫാളും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകട്ടോ. അത്യാവശ്യം ടാസ്ക് ഉണ്ടായിരുന്നു, കാരണം ഫുള്ള് സ്നോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ള് പോകുന്ന വഴിയൊക്കെ ഫുള്ള് സ്നോയാണ്, നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ടീമെല്ലാം ഇതാ റെഡിയായി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അങ്ങനെ നമ്മളെ യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇന്നലെ നല്ലൊരു സ്നോഫാൾ കിട്ടി കേട്ടോ. നമ്മുടെ നംചെ ബസാറിൻ്റെ എൻറ്റയർ ലുക്ക് മാറി എന്ന് വേണമെങ്കിൽ പറയാം. ഫുള്ള് മഞ്ഞിൽ മുങ്ങിക്കിടക്കാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു ആദ്യ അനുഭവമായിരുന്നു കേട്ടോ, സ്നോഫാൾ കാണാമെന്നൊക്കെ പറഞ്ഞത്. എന്തെല്ലാം പറഞ്ഞാലും നമ്മളെ സൗത്ത് സൈഡിലുള്ളവർക്കൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ സ്നോഫാളൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം വേറെ ലെവലാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ ടീമൊക്കെ ഇതാ 1 by 1 ആയിട്ട് എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയില്ല ഇതുപോലെയുള്ള 2 കാലുകളൊക്കെ ഇല്ലാത്ത ആൾക്കാരെ ഇതാ കയറുന്ന കാണുമുണ്ടല്ലോ. ശരിക്കും നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരെന്ന് നമ്മൾ ചിന്തിച്ച് പോകും കേട്ടോ. അതുപോലെയുള്ള കുറേ ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായ കുംസും വാലിൻ്റെ വ്യൂ കേട്ടോ. ഇത് ഫുള്ള് മഞ്ഞ് മൂടിയിട്ടുള്ളത്. ഇന്നലെ വന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അങ്ങനെ സനാസ എന്ന് പറഞ്ഞൊരു ഗ്രാമം ലക്ഷ്യമിട്ട് നമ്മൾ യാത്ര തുടർന്നു. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും അടിപൊളി സ്ട്രെച്ച് ചെയ്താട്ടാ. ഫുള്ള് സ്നോ, ഒന്നും പറയണ്ട, നല്ല വ്യൂ. ഈ മഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്ക് നടക്കാനുള്ളൊരു എന്താ പറയുക എനർജി കിട്ടുന്നുണ്ട്. സൂപ്പർ, അടിപൊളി. ഇന്നത്തെ യാത്രയിലെ കാഴ്ചകൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ള് മഞ്ഞ് തന്നെ എവിടെ നോക്കിയാലും. ഇന്നത്തെ നമ്മുടെ സ്റ്റേ എന്ന് പറയുന്നത് ത്യാങ്ബോച്ച കേട്ടോ. ഏകദേശം നമുക്ക് 6 മണിക്കൂറാണ് നംചെ ബസാറിൽ നിന്ന് അവിടെ വരെയുള്ള നടത്തുമെന്ന് പറയുന്നത്. ഒടുവിൽ നമ്മൾ സനാസ എന്ന് പറയുന്നത് കൊച്ചു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനും എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. 3600 മീറ്റർ എബോവാണ് സനാസ എന്ന് പറയുന്ന ഈ ഒരു വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഗോക്യോ ലേക്കിലേക്കുള്ള യാത്രക്കാരൊക്കെ ഇതാ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് ഡൈവേർട്ട് ചെയ്ത് പോവാറ്. ഇവിടെ നമുക്ക് ബോർഡ് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് 34 കിലോമീറ്ററാണ് ഈ ബീച്ചിലേക്കുള്ളത്. ഫൈനലി വി കവേർഡ് അറൗണ്ട് ഹാഫ് പോർഷൻ ഓഫ് അവർ ട്രെക്കിംഗ്. ഇനിയിപ്പോൾ നമുക്കൊരു 34 കിലോമീറ്ററാണ് ഉള്ളത് ബേസ് ക്യാമ്പിലേക്ക്. ടോട്ടൽ 65 വരുന്ന കേട്ടോ നമുക്ക് താഴേന്ന്. അപ്പോൾ ഏകദേശം നമ്മളൊരു പകുതി ഓറാക്കി ഇനി 34 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് തെങ്ബോച്ചയിലേക്കാണ്. തെങ്ബോച്ചയിൽ നിന്ന് ഇന്ന് തെങ്ബോച്ചയാണ് സ്റ്റേ. അവിടുന്ന് നാളെ അടുത്ത കേട്ടോ. എന്തായാലും നടക്കാണ്. ഫുൾ മഞ്ഞാണ്, ഫുൾ പവർ, ഒന്നും പറയാനില്ല.